ഹായ് ഗായ്സ്, ട്രിപ്പിൾ എസ് ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു രാവിലെയാണ് കേട്ടോ. രാവിലെ ഇതാ മോന് സ്കൂളിൽ പോകാൻ റെഡിയായി. അതിനോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലുണ്ടായ ഒരു വാഴക്കൊലയാണ് കേട്ടോ ഇത്. അപ്പോൾ ആ വാഴക്കൊലയിൽ നിന്ന് നമ്മൾ ആദ്യത്തെ പടല മുറിച്ച് ദൈവത്തിന് പൂജാമുറിയിൽ സമർപ്പിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളത് മുറിച്ചൊരു പടല പൂജാമുറിയിൽ സമർപ്പിച്ചു. പിന്നെ അതിനുശേഷം അവന് ഓൾറെഡി ഇന്ന് ഡാൻസ് ക്ലാസ് ഉണ്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് മുമ്പ് അമ്പലത്തിലേക്ക് ഒന്ന് പോകണം. രാമായണ മാസാചരണമാണല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് പോകുമ്പോഴും നമ്മൾ ലഞ്ച് എടുത്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഇന്ന് ചീരയാണ് കേട്ടോ നമ്മൾ കറി റെഡിയാക്കുന്നത്. ചീര ഒരു തോരൻ പോലെ തേങ്ങയൊക്കെ ഇട്ട് ഒതുക്കി നമ്മൾ ഒരു ചീരക്കറിയാണ് റെഡിയാക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ വെച്ച മീൻകറി തലേ ദിവസം വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ വീണ്ടും എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ ലഞ്ച് എടുത്തിട്ടും കൂടിയിട്ടാണ് കേട്ടോ ഡാൻസ് ക്ലാസ്സിലേക്ക് പോകുന്നത്. ഈ ചീരയിൽ തേങ്ങ, ചെറിയ ജീരകം ഇതെല്ലാം ഇട്ട് ഒതുക്കിയിട്ടുള്ള ഒരു ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതിനുശേഷം കുളിയൊക്കെ കഴിഞ്ഞ് വന്നു, അമ്പലത്തിലേക്ക് പോകാൻ റെഡിയായി. അപ്പോൾ ഇന്ന് സാരിയാണ് കേട്ടോ ഉടുത്തിട്ടുണ്ടായിരുന്നത്. അമ്പലത്തിലേക്ക് പോകാൻ ഞങ്ങൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി അമ്പലത്തിലേക്ക് പോവുകയാണ്. രാമായണ മാസത്തിന്റെ ദിവസങ്ങളായതുകൊണ്ട് തന്നെ അമ്പലത്തിലൊക്കെ നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു അത്യാവശ്യം. ഈ കോട്ടയിലെ അമ്പലത്തിൽ തന്നെയൊക്കെയാണ് നമ്മൾ വരുന്നത് കേട്ടോ. രാമായണ മാസാചരണം എഴുതി വെച്ചിട്ടുണ്ട്. അത് കർക്കിടകം കഴിയുന്നത് വരെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം മഴയൊക്കെ പെയ്ത് തോർന്ന ഒരു സമയത്ത് തന്നെയാണ് നമ്മളവിടെ അമ്പലത്തിലേക്ക് എത്തിയത്. എന്നുവെച്ചാൽ ഞങ്ങൾ ഇന്ന് അത്യാവശ്യം തന്നെ രാവിലെ തന്നെ എത്തിയിട്ടോ. അതുകൊണ്ട് തന്നെ വലിയൊരു തിരക്ക് കുറച്ച് കുറവായിരുന്നു. എങ്കിലും ഉണ്ടായിരുന്നു. എങ്കിലും ഈ പറയുന്ന പോലെ ഒരു 11 മണിക്ക് ശേഷമാണ് അവിടുത്തെ വിശേഷാൽ പൂജ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയ്ക്കൊരു വലിയ തിക്കും തിരക്കും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇന്നത്തെ ദിവസം. പിന്നെ അവിടെ ഓൾറെഡി കച്ചേരിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് തൊഴുത് അവിടെ നിന്ന് കുറച്ച് നേരം ഈ കച്ചേരിയൊക്കെ കേട്ടിട്ട് നിന്നു. അത് നമുക്കൊരു മനസ്സിനൊരു കുളിർമയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും അങ്ങനെ നിൽക്കാറുണ്ട്. പിന്നെ അവനില്ല, അപ്പോൾ അവനില്ലാത്തത് മിസ് ചെയ്യും എപ്പോഴും. പിന്നെ അവിടെ നിറയെ മഴയാണ് താനും. പിന്നെ ആൾക്കാർ കുറച്ച് ഈ തീറ്റകളൊക്കെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ മീനുകളും ആമകളൊക്കെ ഒരുപാട് കൂടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അത് അടുത്ത മഴ വരാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഡാൻസ് ക്ലാസ്സിലേക്കും കൂടെ പോകണം. 10 മണിക്കൊക്കെയാണ് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതിന് മുമ്പ് തന്നെയാണ്, നേരത്തെ തന്നെയാണ് ഇന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നടക്കുവാണ് കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക്. അവിടെയും നല്ല മഴയൊക്കെ പെയ്ത് നിൽക്കുന്നത് കാരണം മരങ്ങളെല്ലാം നല്ല തളിർത്ത് നിൽക്കുന്നുണ്ട്. കാണാൻ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ക്ലാസ്സിലേക്ക് എത്തി. അപ്പോൾ നേരത്തെ അവർ വന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളവിടെ എത്തിയത്. നമുക്കിനിയിപ്പോൾ ഈ കർക്കിടകം 18 അതോട് കൂടിയിട്ട് നമുക്ക് ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ട്. ഒരു 6-7 ദിവസത്തെ പ്രോഗ്രാം നമുക്കുണ്ട്. അപ്പോൾ അതിന് വേണ്ട നമ്മൾ പ്രാക്ടീസുകളാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നമ്മളവിടെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ അപ്പോൾ അവിടെ നിന്ന് തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് ഈവനിങ് ഒരു 4 o'clock വരെ ആയിരുന്നു കേട്ടോ ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈവനിങ്ങിന് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ചിറ്റൂരേക്കാണ് പോകുന്നത്. എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ചേട്ടനും ഡാൻസൊക്കെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് വിഷമിച്ച് അവിടെ ഇരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. പിന്നെ ഞങ്ങളവിടെ അപ്പോൾ ഇതൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ അടുത്ത വ്ലോഗിൽ കാണാം. ടാറ്റ ബൈ ബൈ, സി യു.